നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആവോളം സ്നേഹം കൊടുത്തിട്ടും കാർത്തി അവന്റെ ഭാര്യ കൈവിട്ടു. അവർക്കൊക്കെയുള്ള ഏക പ്രതീക്ഷ നീയാ മോളെ. പിന്നെ എനിക്കാരാ മോളെ? രാമഭദ്രന്റെ സഞ്ചയനം അങ്ങനെ തന്നെ ആവട്ടെ. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ശരീരത്തോട് ഇങ്ങനെ സമരം ചെയ്യരുതെന്ന്. ഞാൻ പിന്നെ ആരോട് ദൈവമേ സമരം ചെയ്യാം? സ്വന്തം ശരീരത്തിനോടല്ലാതെ. എല്ലാവർക്കും കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും ഇവിടെ ഒരാളുണ്ട്. ഞാൻ ദുശകുനം. തറവാടിന്റെ രക്ഷയ്ക്ക് തീണ്ടപാടകലിൽ നിൽക്കേണ്ടവള്. ഞാനില്ലാതായ തറവാടിൽ ഇനിയെങ്കിലും മരണങ്ങൾ ഉണ്ടാവാതിരിക്കുമല്ലോ. ജീവൻ ഒടുക്കാനുള്ള ധൈര്യം ചോരുന്നത് കാർത്തിയേട്ടനെയും എന്റെ വൈകുമോളെയും അമ്മയൊക്കെ കുറിച്ച് ഓർക്കുമ്പോഴാ. അല്ലെങ്കിൽ തറവാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാമായിരുന്നു. മോളെ, ആരെങ്കിലും സ്നേഹിക്കാനും കാത്തിരിക്കാനും ഉണ്ടെന്നുള്ള പ്രതീക്ഷയില്ല ഈ ലോകത്തുള്ള ഓരോരുത്തരും ജീവിക്കുന്നത്. ലോകത്തുള്ള എല്ലാവരുടെയും സ്നേഹവും പരിഗണനയും വാങ്ങിച്ചുകൊണ്ട് ആർക്കും ജീവിക്കാനും പറ്റില്ല. പിന്നെ സ്നേഹമെന്നും പരിഗണന എന്നൊക്കെ പറയുന്നത് എന്നും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. ഇന്നത്തെ സ്നേഹം നാളത്തെ വൈരമായും ഇന്നത്തെ വൈരം നാളത്തെ സ്നേഹമായും മാറാം. നീ പറഞ്ഞില്ലേ എന്നെയും വൈകമോളെയും കാർത്തിമോനെയൊക്കെ കരുതിയ നീ ജീവൻ കളയാത്തതെന്ന്. ഞങ്ങൾക്കൊക്കെ ജീവിക്കാനുള്ള പ്രതീക്ഷയും നീ തന്നെ മോളെ. പെറ്റമ്മ പോലെ ഉപേക്ഷിച്ച് കളഞ്ഞതാ വൈകമോളെ. ആവോളം സ്നേഹം കൊടുത്തിട്ടും കാർത്തി അവന്റെ ഭാര്യ കൈവിട്ടു. അവർക്കൊക്കെയുള്ള ഏക പ്രതീക്ഷ നീയാ മോളെ. പിന്നെ എനിക്കാരാ മോളെ? എന്റെ ജയരാമേട്ടൻ പോലും ഒരു വാക്ക് അറിയാതെ നാവിന്ന് വീണുപോയി അമ്മ. അമ്മേനോട് ക്ഷമിക്കും. അമ്മയുടെ മോളല്ലേ ഞാൻ. ഞാൻ എന്താ വേണ്ടെന്ന് അമ്മ പറയും. പറ. മോളിരിക്കെ. എന്നിട്ട് ഒരു വറ്റെങ്കിലും ചോറ് കഴിക്കേ. എത്ര ദിവസമായി ജലപാനം പോലും ഇല്ലാതെ.
മോനെ, ഞാൻ അകത്തേക്ക് വരണമെന്ന് പറയണോ അമ്മ? എന്താ മോളെ? ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു നാട്ടിൽ വെച്ച് ഒരു കയ്യബദ്ധത്തിലുണ്ടായ അപകടം കാരണം ജീവൻ ഹോമിക്കേണ്ടി വന്നത് എന്റെ ഭർത്താവിനമ്മേ. അത് നഷ്ടപരിഹാര തുക കൊടുക്കാൻ പണമില്ലാത്തതിന്റെ പേരില്. നമ്മളിപ്പോ ചവിട്ടി നിൽക്കുന്ന ഈ ചെമ്പകമംഗലത്തിന് കോടികളുടെ ആസ്തി ഉണ്ടായിട്ടും മോളെ, അതൊന്നും ഞങ്ങൾ അറിഞ്ഞതല്ലോ. അറിഞ്ഞതല്ല. നിങ്ങൾ അച്ഛനും അമ്മയും എന്തൊക്കെ അറിയുന്നതെന്നും അന്വേഷിക്കുന്നതെന്നും സ്വയം ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. 3 മക്കളുണ്ട്. ചെമ്പകമംഗലത്തെ ജനാർദ്ദന കൈമളനും രാജലക്ഷ്മി അമ്മയ്ക്കും. അതില് എന്റെ ഏട്ടൻ ജയറാമേട്ടൻ ദേ മരിച്ച് മുകളിൽ നിൽക്കുന്നു. പിന്നെയുള്ളത് ഞാൻ, നിങ്ങളുടെ ഒരേ ഒരു മകള്. ഭർത്താവ് മരിച്ച് അയാളുടെ ചിതയിൽ ചവിട്ടി നിൽക്കുന്നു. അവശേഷിക്കുന്നത് ഇവന്. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ജഗദീഷേ, നിനക്ക് നിന്റെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ നീ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ് നീ ജീവിക്കുന്നതെന്ന്? എന്താടാ ഇവള് പറയുന്നതൊക്കെ? നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ആരെങ്കിലും അത് പറഞ്ഞു തന്നാ പോലും അതൊന്നും നിങ്ങളുടെ തലേ കയറില്ല. കാരണം മക്കളുടെ ജീവിതം നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. സാവിത്രി, നിർത്ത. ഞാൻ നിർത്താൻ പോകുന്നില്ലമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.